അറിയോ 770 കോടി രൂപ കയ്യിലുണ്ടാക്കി വെച്ചിട്ട് ചേട്ടാ 2 ചായ 450 വീട് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി കൃത്യസമയത്ത് ചെയ്തു കൊടുത്ത് അവരെ അവിടെ കയറ്റി കിടക്കുന്നതിന് പകരം ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടമായത്. അവന്റെ ദുരിതം വോട്ടാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ഈ അവസാന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ടൗൺഷിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. മമ്മൂട്ടിയെ കൊണ്ടുപോയി കാണിച്ചാലൊന്നും പിണറായി വിജയൻ നീ നല്ല മനുഷ്യനൊന്നും ആവത്തില്ല. തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇത് തിരിച്ചടയ്ക്കാൻ പിണറായി വിജയനും തിരിച്ചടയ്ക്കേണ്ട കാര്യമുണ്ടോ? വലിയ മണ്ടത്തരമായി പോയി. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. വയനാട്ടില് ഞങ്ങൾ വീടെല്ലാം വെച്ചു കൊടുത്തെന്ന് പറഞ്ഞ് നാട് മുഴുവൻ വെച്ചടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്ത് തോന്നിയാസം നിങ്ങൾ കാണിച്ചത്? ഇതുവരെയും ഒരുത്തരം കയറി കിടക്കാൻ പറ്റിയിട്ടില്ല. ഒരു പാവപ്പെട്ടവരും ഇതുവരെയും ഈ നിമിഷം വരെയും വയനാട്ടിലെ വീട്ടിൽ കയറി കിടക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉമാ തോമസിന് വോട്ട് നൽകിയവരോടാണ് ചോദിക്കുന്നത്. ഈ വോട്ട് കൊടുത്ത സമയത്ത് എന്റെ കർത്താവ് ഇതിനൊന്നും ഒരു അറുതില്ലയോ? സഹതാപം എന്ന് പറയുന്ന ഒരു കാരണം ഒരു ജനപ്രതിനിധി ആക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയായി മാറുന്ന मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं. ഗതികെട്ട നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാതെ പോകുന്നത്. കർത്താവ് പൊറുക്കാല. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഉമാ തോമസ് നിയമസഭയിൽ സംസാരിച്ചത് വെറും 1.5 മണിക്കൂറാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതിൽ തന്നെ വെറും 15 മിനിറ്റാണ് തൃക്കാക്കരയുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്. ഉമ്മാരി പടാണെങ്കിലും അതിനൊരു തിരക്കഥയുണ്ടേ. കോൺഗ്രസ് ഇത്തവണ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. കോൺഗ്രസ് മാറി നിൽക്കാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ MLA ഒന്നും ചെയ്യാതിരുന്ന MLA, ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരുന്ന MLA, മിണ്ടാതിരുന്ന MLA, ജനങ്ങൾക്ക് കേൾക്കാതിരുന്ന MLA ഇനി ഇവിടെ നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ദീപ്തി മേരി വർഗീസിനെ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി അവിടെ ആദ്യം തീരുമാനമെടുത്തത്. ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ്